ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് രണ്ട് റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ബീഫ് വെച്ചിട്ട് ചെയ്യുന്ന ബീഫ് ഇടിയിറച്ചിയും, രണ്ടാമത് എൻ്റെ സ്പെഷ്യൽ ഒരു ബീഫ് ബിരിയാണി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് മസാലയൊക്കെ ഒന്ന് പെരട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ബീഫ് എടുത്ത് മാറ്റി വെക്കുകയാണ്. അതാണ് നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബാക്കി വരുന്ന ബീഫാണ് ഞാൻ ബിരിയാണിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു കുറച്ച് എടുത്ത് മാറ്റി വെച്ചേക്കണം ബീഫ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു പാൻ എടുക്കുക. പാനിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള ഒന്ന് വടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പില്ലേ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്ര ആയിക്കാനും നമ്മുടെ ബീഫ് ഇടിയിറച്ചിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വറ്റൽമുളകും, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടിയാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കണ ആ ചട്ടി തന്നെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഉണ്ടല്ലോ ബീഫ്, അതെടുത്ത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൈനലി നമ്മുടെ ഇടിയിറച്ചി സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിനയിലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് തൂവി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും പിന്നെ വേപ്പില, പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സവാള അവിടെ റെഡി ആവുന്ന ടൈമിൽ നമുക്കിത് ബിരിയാണിക്ക് വേണ്ട റൈസ് എടുത്തിട്ട് ഞാൻ കുറച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ ഞാൻ സോക്ക് ചെയ്യാനിടാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മസാല പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണിക്ക് സാധാരണ യൂസ് ചെയ്യാറുള്ള മസാല എല്ലാം ഞാൻ വാരിക്കൂരി ഇട്ടിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് എൻ്റെ കാഷ്യൂ പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളിൽ കാഷ്യൂ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കാഷ്യൂ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിൽ പേസ്റ്റാക്കി ഇട്ടാലും മതി കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 2 ടീസ്പൂൺ ഇടാം. അതിനുശേഷം കുറച്ച് തൈരും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട മസാലയൊക്കെ ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അത് നമുക്കിത് ഇങ്ങനെ കിട്ടും മിക്സ്ചർ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വെള്ളത്തേപ്പാടി തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് പറ്റി വന്നോളൂ. അപ്പോൾ ഇത് കുക്കാവുന്ന ടൈമിൽ നമുക്കിനി ചോറിനുള്ള വെള്ളം നെയ്യ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ആഡ് ചെയ്തതിന് ഒപ്പം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതൊക്കെ നമ്മുടെ സ്പൈസസ് ആണ്. സ്പൈസസ് എടുത്തിട്ടുണ്ട്, ബേ ലീഫ്, കുരുമുളക്, ഇത് ക്ലോവ്, അങ്ങനെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുടിച്ച് വെച്ചേക്കണ അരിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ബിരിയാണിക്ക് വേണ്ട മസാല ഇവിടെ നമ്മൾ സൂപ്പറായിട്ട് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടാ. അപ്പോൾ റൈസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫൈനലി നമ്മുടെ പുതിനയിലയും കൂടി നമ്മുടെ മസാലയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുതിനയില കേട്ടപ്പോഴേണ്ട ഒരു കാര്യം ഓർമ്മ വന്നത്, പണ്ട് ഇതേപോലെ ഇത്താത്താനോട് ബിരിയാണി ഉണ്ടാക്കണ കേസ് പറയുമ്പോൾ ഇത്താത്ത പറയും പുതിനയില ഉണ്ടോയെന്നാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. പുതിനയില ഇല്ലെങ്കിൽ ബിരിയാണി ശരിയാവില്ല, പുതിനയില ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുള്ളൂ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ അതേ നമ്മുടെ അരി ഏകദേശം സെറ്റായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി അത് കുക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ ഒരു 90% കുക്കാകുമ്പോഴത്തേക്കും നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ദമ്മിടുന്ന ടൈമിൽ ബാക്കി വെന്തോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ബിരിയാണിയുടെ ഡെക്കറേഷൻസ് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ മൂപ്പിച്ച നെയ്യിരിപ്പുണ്ടായി, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കണ ഗീ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണ മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇടുക, പിന്നെ മസാല ഇടുക, പിന്നെ റൈസ് ഇടുക. അങ്ങനെ ആ പ്രൊസീജിയർ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രേവി ഇടണം. അതിൻ്റെ മുകളിലേക്ക് ഇനി അടുത്ത ചോറിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ബാക്കി കുറച്ച് ചോറെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് അതിലുള്ള ചോറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടി മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് തന്നെ നമ്മുടെ ബിരിയാണി റെഡി. ഫൈനലി ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് നമ്മളൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.